നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായൊരു ശാന്തി താഴെത്തങ്ങി പോകുന്ന പോലെ തോന്നാറുണ്ടല്ലോ. മനസ്സിൽ ഒരു ഭാരമുണ്ട്. പക്ഷേ അതിനുള്ളിൽ എവിടെയോ ഒരു പ്രകാശം പൊടുങ്ങുകയാണ്. അതാണ് ഈ സമയത്തിന്റെ സൂചന. തുലാം രാശിയിൽ ജനിച്ചവരെ, ആ ഏക നക്ഷത്രമാറ്റം നിങ്ങളുടെ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തേക്ക് കടന്നുപോകുന്ന ദുരിതങ്ങളെ തന്നെ വഴിതിരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റം സാധാരണ മാറ്റമല്ല. ശതാബ്ദങ്ങൾക്കാണ്ട് സഞ്ചരിച്ച ഒരു ദൈവിക ശക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ രാശിക്കരികിൽ എത്തി നിൽക്കുന്നത്. ആകാശത്തിലെ ഗ്രഹങ്ങൾ തമ്മിൽ മിണ്ടാതെ സംസാരിക്കുന്നു. ഗുരു തന്റെ സ്ഥാനമാറ്റം പൂർത്തിയാക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണർവ് പകരുന്ന സാന്നിധ്യമായിത്തീരുന്നു. ശനിയുടെ ദൃഷ്ടി കുറയുന്നു. രാഹുകേതു അവരുടെ പഴയ പാതയിൽ നിന്നും മറിഞ്ഞു പുതിയ ദിശകളിലേക്ക് നീങ്ങുന്നു. ആ നിമിഷത്തിലാണ് നിങ്ങൾക്ക് തോന്നുക, ഈ ടാൻറ്റോസ് വർഷങ്ങളായിട്ടും തീരാത്ത കടങ്ങൾ, ദീനം അനുഭവപ്പെടുത്തിയ അവസ്ഥകൾ, സഹനത്തിന്റെ അറ്റത്തേക്ക് എത്തിയ ബന്ധങ്ങൾ എല്ലാം ഹൃദയത്തെ കുലുക്കുന്ന അത്ഭുതം പോലെ മാറിത്തുടങ്ങുന്നു. അടുത്ത 15 ദിവസങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശക്തമായ ദിവ്യകാലഘട്ടം. ഈ കാലഘട്ടം ആദ്യഘട്ടമാണ്. ആത്മാവിനുള്ളിൽ പഴയ പേടികൾ പൊട്ടി വീഴുന്ന സമയം. ഘടങ്ങൾ തീരും എന്ന വിശ്വാസം വീണ്ടും ഉയരും. ഇതുവരെ നീങ്ങാതെ നിന്ന കാര്യങ്ങൾ ഒന്ന് പൊട്ടിത്തെറിക്കും പോലെ മുന്നോട്ട് നീങ്ങും. നിങ്ങൾ അനാവരണം ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഫലം കാണും. തുലാം രാശിക്കാർക്ക് ഈ ഘട്ടം വൻ തിരിച്ചുവരവ് ആകും. നിങ്ങൾ കാണുന്ന ചെറുജയങ്ങൾ, ചെറിയ സൗഭാഗ്യങ്ങൾ പിന്നീട് ചേർന്നാൽ വലിയൊരു അത്ഭുതമായിരിക്കും. ഈ നക്ഷത്രമാറ്റം ജനം പറയുന്നത് പോലെ സാധാരണതാളില്ലാത്തതാണ്. 150 വർഷത്തിനു ശേഷം മാത്രം എത്തുന്ന ദിവ്യശക്തിയാണ് ഇത്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രഭാവം ഇത്രയും തീവ്രം തോന്നുന്നത്. ആ 7 ദിവസങ്ങൾക്കുള്ളിൽ എന്തോ വലിയൊരു അടയാളം നിങ്ങൾക്ക് ലഭിക്കും. ഒരാളുടെ വിളി, ഒരു സന്ദേശം, ഒരു പുതിയ അവസരം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ധനലാഭം. ഈ അടയാളം വിശുദ്ധമാണെന്ന് മനസ്സിൽ തോന്നും. ആ നിമിഷം നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കൂ, അത് നിങ്ങളുടെ ദേവതയുടെ മാർഗദർശനമാണ്. ഈ ഘട്ടം തൊഴിൽ രംഗത്ത് തുലാം രാശിക്കാർക്ക് പുതിയ വഴികൾ തുറക്കും. നിങ്ങൾ കരുതിയതിലും വലുതായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നേക്കാം. ചിലരെ അവർ തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരും നിങ്ങളുടെ വഴി ഉറപ്പാക്കാനായി. ജോലി മാറൽ ആലോചിക്കുന്നവർക്ക് സ്വാഭാവികമായൊരു നീക്കം കിട്ടാൻ സാധ്യതയുണ്ട്. പണത്തിൽ, ബിസിനസ്സിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. പക്ഷേ ഓർമ്മിക്കുക, ഈ നക്ഷത്ര സമയത്ത് നിങ്ങളെ പരീക്ഷിക്കുന്ന വേദനയും ഉണ്ടായിരിക്കും. ആരെയും കുറ്റം പറയാതെ നിശബ്ദമായി അതിലൂടെ കടന്നുപോകുക. കാരണം ഈ സമയത്ത് ശനി നിങ്ങളെ ഇരുട്ടിന്റെ അറ്റത്ത് നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബബന്ധങ്ങളിൽ ആഴമുള്ള പ്രേരണ ഉണ്ടാകും. മുൻകാലത്തിൽ ഉണ്ടായ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ തന്നെ നല്ലപടിയായി തിരുത്താൻ തുടങ്ങും. ചിലർക്ക് വീടിനുള്ളിൽ പുത്തൻ ചർച്ചകൾ, പുനർനവീകരണങ്ങൾ, പുതിയ വാങ്ങലുകൾ എന്നിവ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനോടൊപ്പം ചില അനിഷ്ടസംഭാവനകളും ഒഴിവാക്കാൻ ഈ സമയത്ത് ശാന്തത പാലിക്കുക. ഗുരുവിന്റെ ശക്തിക്രമം വ്യാപാരികൾക്ക് വൻ ഉണർവ് പകരും. നഷ്ടങ്ങൾ പിരിഞ്ഞുപോകും. പണം കുടുങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങാനുള്ള സൂചന ലഭിക്കും. എന്നാൽ ഈ വഴിയിൽ കണ്ണുനീരും വരുന്നതായിരിക്കും. കാരണം പഴയ ബന്ധങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ ചില വേദനകളാണ് വിട വാങ്ങുന്നത്. ഈ ആദ്യഘട്ടം നിങ്ങളെ ധൈര്യശാലിയാക്കും. ഹൃദയത്തിൽ ഒരിക്കൽ നഷ്ടമായ പ്രകാശം ഇപ്പോൾ തിരിച്ചുവരും. നിങ്ങൾക്ക് തോന്നും, ദൈവം എന്നെ മറന്നിട്ടില്ല എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് നിങ്ങളുടെ ആത്മാർത്ഥതയെ പോഷിപ്പിക്കുന്നത്. ആദ്യഘട്ടം അവസാനിക്കുന്നതോടെ രണ്ടാം ഘട്ടം തുടങ്ങും. കൂടുതൽ ആഴത്തിലുള്ള പരിവർത്തനങ്ങളോട് കൂടി. പക്ഷേ അതിന്റെ തുടക്കം നിങ്ങൾ കാണും ഇപ്പോഴു മുതൽ തന്നെ. മനസ്സിൽ തുള്ളുന്ന ഒരു ശാന്തത, ചിലർ മനസ്സിലാക്കാതെ പറയുന്ന ആശ്വാസവാക്കുകൾ, പെട്ടെന്ന് കിട്ടുന്ന പിന്തുണകൾ, ഇതെല്ലാം നിങ്ങളുടെ ആത്മാവിന്റെ പുനർജന്മത്തിന്റെ അടയാളങ്ങളാണ്. നിങ്ങൾക്ക് തോന്നുമോ, എന്തോ ഒളിഞ്ഞു നിന്നിരുന്ന ശക്തി അപ്രത്യക്ഷമായി നീങ്ങിത്തുടങ്ങി എന്ന്? അത് തന്നെയാണ് രണ്ടാം ഘട്ടത്തിന്റെ തുടക്കം. ഈ സമയത്ത് ആകാശത്തിലെ ഗ്രഹങ്ങൾ ഒരേ താളത്തിൽ സ്പന്ദിക്കുന്നു. ഗുരു തന്റെ ദൃഷ്ടി തുലാം രാശിയിലേക്ക് മുഴുവൻ തിരിച്ചുവയ്ക്കുമ്പോൾ സമൃദ്ധിയുടെ ശബ്ദം നിങ്ങളുടെ ആത്മാവിനകത്ത് മുഴങ്ങും. ശനി നേരത്തെ നിങ്ങളെ തളർത്തിയിരുന്നതിനെ അപ്പം ഇപ്പോൾ തിരിച്ചുപോകുകയാണ്. രാഹുകേതു നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിലേക്ക് നവീകരണം കൊണ്ടുവരും. അതിനാൽ ജീവിതത്തിന്റെ മണ്ണിൽ നിങ്ങൾ നടുന്ന എല്ലാ വിത്തും ഇപ്പോൾ മുളയ്ക്കാൻ തുടങ്ങും. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നുണ്ട്. അത് വിചാരിച്ചാലും ത്രസിപ്പിക്കും. നിങ്ങൾ പ്രതീക്ഷയില്ലാതെ കാത്തിരുന്നൊരു അവസരമോ, ഒരാൾ കഴിഞ്ഞ കാലത്ത് കൊടുത്തുപോയ വാക്ക് നിറവേറ്റുന്നതോ ആകാം. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ദൈവം നിങ്ങളുടെ പരിശ്രമം വെടിയാത്തതാണ്. നിങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടുവന്ന വഴി ഇപ്പോൾ നിത്യമായി തുറക്കാൻ പോകുകയാണ്. തൊഴിൽ രംഗത്ത്, പ്രത്യേകിച്ചും ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിലുള്ള തുലാം രാശിക്കാർക്ക് അധികാരത്തിന്റെ പുതുമയുള്ള അനുഭവം ലഭിക്കും. മറ്റുള്ളവർ എതിർക്കുകയും നിങ്ങളെ താഴെയാക്കാൻ ശ്രമിക്കുകയും ചെയ്തേക്കും.
പക്ഷേ ഈ ദിവ്യശക്തി നിങ്ങളെ അതിനുമീതെ ഉയർത്തും. നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനായി നിങ്ങൾക്ക് ഇപ്പോൾ ദിവ്യമായ ഉറപ്പ് കിട്ടും. അതിനാൽ മനസാക്ഷിയെ കേൾക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ വീഴരുത്. ബിസിനസ്സിനും പണനിക്ഷേപത്തിനും ഇതൊരു പുത്തൻ അനുകൂല ഘട്ടമാണ്. കുടുങ്ങിയ പണം തിരിച്ചുകിട്ടും. പഴയ കടങ്ങൾ തീർക്കാൻ വഴികൾ തെളിയും. പെട്ടെന്ന് ലഭിക്കുന്ന ധനലാഭം കൊണ്ടു കടബാധ്യതകൾ അടയ്ക്കാം. എന്നാൽ ശ്രദ്ധിക്കുക, വലുതായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങണം. കാരണം ഈ കാലഘട്ടം സത്യം പരീക്ഷിക്കുന്നു. തുലാം രാശിക്കാർക്ക് ബന്ധങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പഴയ വേദനകൾ ദൈവമേ തിരിച്ചറിയുന്ന പോലിരിക്കും. ഒരാൾ നിങ്ങളുടെ ചിന്തകളിൽ പലകാലമായി ഉണ്ടായിരുന്നു എങ്കിൽ ആ വ്യക്തി വീണ്ടും ജീവിതത്തിലേക്ക് കടന്നുവരാം. ചിലർക്ക് സ്നേഹം, ചിലർക്ക് അടുപ്പം, ചിലർക്ക് മനസ്സിലാക്കലിന്റെ പുതിയ രൂപം. ഈ ബന്ധങ്ങൾ ദ്രുതത്തിൽ തന്നെ നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ പോകുന്നുണ്ട്. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലർക്കു അഭിപ്രായഭേദങ്ങളും കർഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനെ നേരിടാനുള്ള ധൈര്യം ഇപ്പോൾ നിങ്ങളിൽ വളർന്നിരിക്കുന്നു. ഗുരുവിന്റെ അനുഗ്രഹം കുടുംബത്തിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരും. ചെറു അകലം പോലും ദൈവികമായി നിറയും. ആരോഗ്യരംഗത്ത് രാഹുവിന്റെ സ്വാധീനം കുറയുന്നു. അതിനാൽ പഴയ രോഗങ്ങൾ ഗണ്യമായി നിയന്ത്രിക്കപ്പെടും. പക്ഷേ ഉറക്കക്കുറവും ഉത്കണ്ഠയും ചില പുതിയ ആശങ്കകളും ഉണ്ടാകാം. പ്രാർത്ഥന, ധ്യാനം, പച്ചനിറത്തിലുള്ള വസ്ത്രം ധരിക്കൽ, ശിവന്റെ നാമജപം ഇവ നിങ്ങളുടെ ഊർജം നിലനിർത്തും. രണ്ടാമത്തെ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യം സംഭവിക്കുന്നത് ആ 10 ദിവസത്തിനുള്ളിലാണ്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വാതിലുകൾ തുറക്കും. ആ വാതിലുകളിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരികയാണ്. ചിന്തിച്ചാലും വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന വിധം സമ്പാദ്യവും പദവിയും ഏകകാരണമായി വരും. ഇതാണ് രണ്ടാമത്തെ അത്ഭുതം തുടങ്ങുന്ന സമയത്തെ സൂചന. പക്ഷേ ഈ ഗ്രഹസംക്രമണത്തിൽ ചില പഴയ ബന്ധങ്ങൾ അവസാനിച്ചേക്കാം. ഇനി നിങ്ങളുടെ വഴിയിൽ ചേർന്നു നിൽക്കേണ്ടവരല്ല അവർ. അവരെ വിടുക. കാരണം ഗുരു അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കുമ്പോൾ പുതിയതിനെ സ്വീകരിക്കാനുള്ള സ്ഥലം ഒരുക്കുകയാണ്. പഠനരംഗത്ത് ഉള്ളവർക്ക് അസാധാരണമായ ശ്രദ്ധയും ആത്മവിശ്വാസവും വരും. ചിലർക്ക് വിദേശാവസരങ്ങളും ലഭിക്കാം. അപ്രതീക്ഷിതമായി ലഭിച്ച ക്ഷണം ആയിരിക്കും അത്. അവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഈയൊരു അധ്യായം തുടങ്ങുന്നത്. കാരണം ഈ നക്ഷത്രമാറ്റത്തിൽ വിദൂരലോകങ്ങളിൽ നിന്നുള്ള വിധിബന്ധങ്ങൾ പ്രവർത്തിക്കുന്നു. തൊഴിലില്ലാത്തവർക്ക് ഇപ്പോൾ വിശ്വാസം തള്ളി എഴുന്നേൽക്കാനുള്ള സമയം. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഒരു സംവാദം, പരിചയം, പരിചയപത്രം, അതിനൊപ്പം തൊഴിൽ വഴി തുറക്കും. ആ അവസരം ചെറുതായാലും പിന്നാലെ വൻ വളർച്ചയായി മാറും. രണ്ടാം ഘട്ടത്തിന്റെ ഗതി അതാണ്. ചെറുതായി തുടങ്ങി വലിയ പിന്തുണയിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ഗുരുവിന്റെ പ്രകാശത്തിൽ നീന്തി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധനവും ദൈവികതയും ഒരേ പാതയിലാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും ഉത്തരം ലഭിക്കും. പിന്നെ അതിൽ നിന്നാണ് മൂന്നാം ഘട്ടം തുടങ്ങുന്നത്. ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് മാറ്റങ്ങൾ നടത്താനുള്ള സമയം. മൂന്നാം ഘട്ടം. ഇതാണ് ആത്മാവിന്റെ പരീക്ഷണം. പിന്മാറാതെ മുന്നോട്ടു പോകാനുള്ള ധൈര്യത്തിന്റെ സമയമാണിത്. ഈ കാലഘട്ടത്തിൽ തുലാം രാശിക്കാരെ ഗുരു ദിവ്യമായൊരു അലിംഗനത്തിൽ ചുറ്റിക്കൊള്ളുന്നു. നിങ്ങളെ വിഷമിപ്പിച്ചവർ പിരിഞ്ഞുപോകാം. ഒരുപാട് ചിന്തിച്ച കാര്യങ്ങൾ അപ്രതീക്ഷിതമായി സാധ്യമായി തീരാം. ഈ നിമിഷം നിങ്ങളുടെ കർമ്മബാന്ധനങ്ങൾ പൊട്ടുന്നില്ലെങ്കിലും അവയുടെ കഠിനത കുറയുകയാണ്. അതാണ് ഈ ഘട്ടത്തിന്റെ ദിവ്യലക്ഷണം. ബന്ധങ്ങളിൽ വേദനയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിറഞ്ഞിരിക്കും. ചിലരെ നിങ്ങൾ വീണ്ടും കാണും, ചിലരെ ഒരിക്കലും കാണാനാവില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു ശാന്തത ഉണ്ടാകും. ഇത് തന്നെയായിരുന്നു വേണ്ടത് എന്ന ആത്മനിയമത്തിന്റെ ശബ്ദം. അതാണ് ഗുരുവിന്റെ ദിവ്യശബ്ദം. അപ്രത്യക്ഷമായിട്ടും നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ 7 ദിവസങ്ങൾക്കുള്ളിൽ തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഹൃദയമാറ്റം വരും. അത് ഒരു ബന്ധം കൊണ്ടും ഒരു ദൈവിക ദർശനത്തിലൂടെയും ഉണ്ടായേക്കാം. രാത്രി പ്രാർത്ഥനയ്ക്കിടെ കണ്ണുകൾ നനയും. പക്ഷേ ആ കണ്ണുനീർ വേദനയല്ല, അത് ശാന്തിയുടെ നിമിത്തം തന്നെയായിരിക്കും. ഒരു അദൃശ്യശക്തി നിശബോധതാളത്തിൽ നിങ്ങളോട് മൃദുവായ ശബ്ദത്തിൽ പറയുന്നു, നിന്റെയൊക്കെ ദൈവം കേട്ടു. അതാണ് രണ്ടാമത്തെ വലിയ ദിവ്യസംഭവം. കുടുംബം. വർഷങ്ങളായി വിഭിന്ന ദിശകളിലായിരുന്നവർ ഒത്തുചേർന്നു ബസിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതം കാണാം. വീടിന്റെ വായുവിൽ സമാധാനം നിറയും. മുതിർന്നവരുടെ അനുഗ്രഹം വീടിന്റെ ദിശകളെ ശുദ്ധമാക്കും. ചിലർക്ക് അവരുടെ പിതൃപുരുഷങ്ങളുടെ സ്വപ്നദർശനം ലഭിക്കും. അത് പ്രചോദനമായി തീരും. കുലദേവതയുടെ പ്രഭാവം വീണ്ടും സജീവമാകുന്നത് ഈ ഘട്ടത്തിലാണ്. ദമ്പതികളുടെ ബന്ധത്തിൽ ആത്മസ്നേഹം പുനരുജ്ജീവിക്കും. വർഷങ്ങളായി നിന്ന ബന്ധങ്ങൾ പുനർനവീകരണം കാണും. ആഴത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കും. ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ചേയിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു വെളിച്ചം മുന്നോട്ട് തെളിയും. ചിലർക്ക് വിവാഹം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവ്യസൂചന കിട്ടും. അതിനാൽ ഈ ദിവസങ്ങളിൽ ജാഗ്രതയോടെ
പക്ഷേ വിശ്വാസത്തോടെയും മുന്നോട്ട് നീങ്ങുക. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഈ സമയത്ത് മനോവൈകാരം നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ വേണം. അമിതചിന്തകളും ആവേശങ്ങളും അല്പം കുറയ്ക്കണം. കാരണം മനസ്സിന്റെ ശാന്തതയാണ് ഗുരുവിന്റെ ദിവ്യപ്രേരണയെ സ്വീകരിക്കാൻ ഉള്ള വഴി. ഈ ഘട്ടത്തിൽ ചിലർക്ക് യാത്രകൾ ഉണ്ടാകും. ദൂരപ്രദേശങ്ങളിൽ പോയി കാണാത്ത ലോകങ്ങളെ കാണും. അവിടെ ലഭിക്കുന്ന അനുഭവം ജീവിതത്തെ പൂർണ്ണമായി മാറ്റാം. ചിലർക്ക് അത് ആത്മീയയാത്രയായിരിക്കും, ചിലർക്കത് തൊഴിൽ പ്രയാണം. പക്ഷേ മതില്ലാത്ത ഒരു മനോവിചാരമാവും അത് നൽകുക. ഇത് തന്നെയായിരുന്നു എന്റെ വഴിയെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഭാഗ്യസ്ഥാനത്തിൽ രാഹു ചെറിയൊരു പരീക്ഷണം കൂടി നടത്തും. ഒരാളോടുള്ള അതിയായ പ്രതീക്ഷയിൽ നിന്ന് പാഠം ലഭിക്കും. പക്ഷേ അത് ദ്രോഹമല്ല, തിരിച്ചറിവാണ്. ഗുരുവിന്റെ രഹസ്യമായ കരുണ അത് തന്നെയാണ് നമ്മെ വേദനയിലൂടെ ബോധത്തിലാക്കി മുന്നോട്ടു നടത്തുക. ആരോഗ്യത്തിൽ ഇപ്പോൾ ദൃഢത കാണാം. എന്നാൽ ഉറക്കം കുറയുന്നതുകൊണ്ട് അല്പം മന്ദമായ ചിന്തകളും നിരാശകളും വരാം. ദിവസത്തിൽ 3 പ്രാവശ്യം ദീപം തെളിയിക്കുക, വിശുദ്ധമായ വെള്ളത്തിൽ കാൽ കഴുകി നിൽക്കുക, പിന്നെ ദൈവനാമം മന്ദമായ ശബ്ദത്തിൽ ഉച്ചരിക്കുക. ആ തരംഗം നിങ്ങളുടെ മനസ്സിൽ ദിവ്യത നിറക്കും. രണ്ടാമത്തെ ദിവ്യസംഭവം കഴിഞ്ഞാൽ അടുത്ത കുറേ ദിവസങ്ങൾ നിങ്ങളിൽ കാണാത്തൊരു ആത്മവിശ്വാസം വരും. തുലാം രാശിക്കാരുടെ കണ്ണുകളിൽ ഇപ്പോൾ ആ മിനുക്കാണ്, ദിവ്യതയുടെ പ്രകാശം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 3-ാം ഘട്ടത്തിന്റെ ആദ്യ ദിവസം ആരംഭിക്കും. അത് വളരെ കഠിനവും അത്ര തന്നെ അതിശയകരവുമായിരിക്കും. കാരണം അത് തന്നെയാണ് 100% ഉറപ്പായ അത്ഭുതം കൊണ്ടുവരുന്ന സമയം. നന്ദിയും വിശ്വാസവും മാത്രം ആവശ്യമുള്ള ഘട്ടം. 3-ാം ഘട്ടം ആരംഭിക്കുന്നു. വായുവിൽ തന്നെ മറ്റൊരു ഊർജം നിറഞ്ഞിരിക്കുന്നു. ഹൃദയം ചിലപ്പോൾ വേഗത്തിൽ മിടിക്കുക, ചിലരിൽ കണക്കില്ലാത്ത ആവേശം. അതെ, ഇതാണ് ആ സമയത്തിന്റെ സൂചന. ഏകദേശം 100% ഉറപ്പായി നടക്കാനിരിക്കുന്ന അത്ഭുതം ഇപ്പോൾ സംജാതമാകുകയാണ്. തുലാം രാശിക്കാരുടെ ജീവിതം വീണുകിടന്ന ആ കട്ടിയുള്ള ഭൂമിയിൽ ഇപ്പോൾ ആദ്യമായി പ്രകാശം വീഴുന്നു. ഈ സമയത്ത് ദൈവം നിങ്ങളെ നേരിട്ട് കൈപിടിച്ചുയർത്തുന്നു. പഴയ കഷ്ടങ്ങളെ പിന്നിലേക്ക് തള്ളി മുന്നോട്ടു നീക്കുന്നു. ഗുരു തന്റെ ദീപപ്രഭ ചേർത്തുകൊണ്ട് പറയുന്നു, ഇതുവരെ നീ അതിജീവിച്ചു, ഇനി നീ ഉയരാനുള്ള സമയം. അന്നു മനസ്സിൽ മറ്റെല്ലാം മങ്ങിപ്പോകും, ഒറ്റൊരു വിരലായിരിക്കും കളിയാവാൻ പോകുന്നത്. അതാണ് ആത്മാവിന്റെ പുനർജന്മ നിമിഷം. ആ 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ 3-ാമത്തെ അത്ഭുതം പ്രവേശിക്കും. ഒരിക്കൽ കടങ്ങൾ മാനസികമായി തളർത്തിയിരുന്നവർക്ക് പെട്ടെന്നു ലഭിക്കുന്ന ഒരു വരവുമുണ്ടാകും. അത് ഒരു ധനം അല്ലെങ്കിൽ വൻ ആശ്വാസവാർത്ത ആയിരിക്കും. കടം തീർന്നു എന്ന വാക്ക് കണ്ണുനീർ ചേർത്തു പറയേണ്ട സമയമാണത്. അന്നു മുകളിൽ നിന്ന് നിങ്ങളുടെ കുടുംബദേവത തന്നെ മന്ദസ്മിതത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. ചിലർക്കിത് ആരോഗ്യത്തിലെ തിരിച്ചുവരവായിരിക്കും. ആരും പ്രതീക്ഷിക്കാത്ത വിധം ശരീരം പെട്ടെന്ന് സുഖപ്പെടും. ഡോക്ടർ പോലും അമ്പരക്കുന്ന തരത്തിൽ ഫലം കാണും. അത് നിങ്ങളുടെ ഭക്തിയുടെ ഫലമാണ്. ചിലർക്കിത് പ്രൊഫഷണൽ ജീവിതത്തിലെ ഉയർച്ചയും ആകാം, അപ്രതീക്ഷിതമായൊരു സ്ഥാനക്കയറ്റം, വിദേശം വിളിപ്പിക്കുന്നൊരു അവസരം, ഒട്ടനവധി വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിലെ പ്രതിഫലം. ഈ ഘട്ടത്തിൽ ബന്ധങ്ങൾ കൂടുതൽ ആഴമേറും. പ്രിയപ്പെട്ടോ, നൽകിയ വാക്കുകൾ പാലിക്കാൻ ആഗ്രഹം വരും. ചിലരും ഇനി വേദനിപ്പിക്കില്ല. കാരണം അവർക്കും ഇപ്പോൾ ഈ ദിവ്യശക്തിയുടെ സ്പർശം ലഭിച്ചിരിക്കുന്നു. വീട്ടിന്റെ അന്തരീക്ഷം തന്നെ മാറ്റം കാണും. ചിരികളും ഗാനങ്ങളും തിരിച്ചുവരും. മുൻകാല ദുഃഖങ്ങൾ ഓർത്താലും നിറം മങ്ങിയ ഓർമ്മകൾ മാത്രമായി മാറും. 3-ാം ഘട്ടത്തിന്റെ മധ്യത്തിൽ രാഹു നിങ്ങളുടെ മനസ്സിനെ പരീക്ഷിക്കും. നിങ്ങൾക്ക് ഈ സന്തോഷം നിലനിർത്താനാകുമോ എന്നു ചോദിക്കും. അതിനുത്തരം ദൃഢമായിരിക്കണം, അതെ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഈ ഉച്ചാരണം തന്നെ മന്ത്രമായിരിക്കും. അതിനുശേഷം ഭയം അടങ്ങിയുപോകും. മനസ്സിൽ അതിശയകുലമായ ഒരു ശാന്തത പടർന്നിറങ്ങും. ഈ ഘട്ടം കഴിഞ്ഞാൽ കടങ്ങളെക്കുറിച്ചുള്ള ഭയം അടങ്ങും. വേദനയെന്താണെന്നോർക്കുന്നവരെക്കാൾ ധൈര്യമുള്ള മനസാക്ഷികൾ ആയിരിക്കും തുലാം രാശിക്കാർ. പഴയ സാമ്പത്തിക തടസ്സങ്ങൾ പൊട്ടിച്ചെരിയുന്ന ഈ സമയത്ത് ചിലർക്ക് വീടെടുക്കാനുള്ള സൂചന, ചിലർക്ക് വാഹനമൊരുക്കാനുള്ള ദൈവാനുമതി ലഭിക്കും. എല്ലാ വഴികളും ഇപ്പോൾ അനുകൂലമായി മാറുന്നു. നിങ്ങളുടെ ആത്മാവിനുള്ളിൽ ഇപ്പോൾ കനലായുണ്ടാകുന്ന ആ പ്രകാശം, അതാണ് ദിവ്യത. ശനിയുടെ പിൻവാറ്റ ശാന്തതയാക്കും, ഗുണങ്ങൾ വർദ്ധിക്കും, പേതുവായ അനുരഞ്ജനം ജീവിതത്തിലേക്ക് വരും. ഇതിന് പിന്നാലെ ആദ്യമായി നിങ്ങൾ വിട പറയുന്ന പോലെ തോന്നും, ഇത്രയും വർഷങ്ങളായുള്ള കഷ്ടം ഇനി മതി എന്ന്. ആ വാക്കുകൾ പറഞ്ഞാലുടൻ കുറുമ്പാണ് നീങ്ങിക്കളയുക. അതുതന്നെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരം. വിദ്യാർത്ഥികൾക്ക് ഈ കാലഘട്ടം നേട്ടങ്ങളുടെ കൂട്ടാകാം. മനസ്സിലെ ആശങ്കകൾ കുറയുന്നു, ആത്മവിശ്വാസം ഉയരുന്നു, പരിശ്രമം ഫലിക്കുന്നു. വിദേശ പഠനിക്കുക, സ്കോളർഷിപ്പ് ലഭിക്കുക, മത്സരവിജയം നേടുക, ഇവ ഇപ്പോൾ സാധ്യങ്ങളാണ്. ഈ നക്ഷത്രമാറ്റം വിധി തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന ജീവിതകഥയുടെ പുതിയ അധ്യായം. ആത്മീയമായി നിങ്ങൾ ഇപ്പോൾ മറ്റൊരു പടിയിലേക്ക് ഉയർന്നിരിക്കുന്നു.
രാത്രി നിങ്ങൾ ശാന്തമായി തല പൊക്കി ആകാശം നോക്കുമ്പോൾ തിളങ്ങുന്ന നക്ഷത്രം കാണും. അതാണ് നിങ്ങളുടെ ഗ്രഹം ജീവൻ കൊണ്ട് മറുപടി പറയുന്നത്. ചോദിക്കാതെ തന്നെ ദൈവം നീ വിജയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിലേക്കെത്താൻ നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്കും കണ്ണുനീർക്കും അതിസാരമുള്ള അർത്ഥമുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ ആത്മീയ ചിരിതംസം. ഇപ്പോൾ ഒന്നും തളർത്താൻ സാധിക്കില്ല, കാരണം തുലാം രാശിക്കാർ ഇനി വിധിയുടെ വിദ്യാർത്ഥികളല്ല, അവർ ദിവ്യതയുടെ പ്രതിനിധികളാണ്. മൂന്നാം ഘട്ടം അവസാനിക്കുന്നതിനു മുൻപ് അവസാനമായി ദൈവം നിങ്ങളെ ഒരിക്കൽ കൂടി സ്പർശിക്കും. സ്വപ്നത്തിൽ, പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൽ നിങ്ങൾ മനസ്സിലാക്കും, അത്ഭുതം നടന്നുകഴിഞ്ഞു. അതിനുശേഷം തുടങ്ങും പുതിയ ജീവിതം, കടമകളില്ലാത്തതും ഭയങ്ങളില്ലാത്തതുമായ ജീവിതം. അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റ വാക്ക് മാത്രം: നന്ദി. ഈ നന്ദി ദൈവം മറ്റൊരു അനുഗ്രഹമാക്കി തിരികെ നൽകും. ഈ ദിവ്യശക്തി ഇനി നിങ്ങളെവിടെയായാലും പിന്തുടരും. നിങ്ങളെ കാക്കും, നിങ്ങളെ വളർത്തും, നിങ്ങളെ ഉയർത്തും. തുലാം രാശിക്കാരെ, ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയും: എന്റെ കഷ്ടകാലം അവസാനിച്ചു. അതെ, ദൈവം തന്നെ അതിന് സാക്ഷിയാണ്. ഈ കഥ അവസാനിക്കുന്നില്ല. അടുത്ത ഗമനത്തിൽ മറ്റൊരു ഗ്രഹത്തിന്റെ അദ്ഭുത ചലനം നിങ്ങളെ വിളിച്ചുവരുത്തുകയാണ്. അതാണ് അടുത്ത വെളിച്ചത്തിന്റെ തുടക്കം.